ഹായ്. ചിങ്ങൊന്നാം തീയതി ആയിട്ട് അമ്പലത്തിൽ പോവേണ്ടാ. ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ളൊരു അമ്പലമാണ്, പൊക്കത്തമ്പലം എന്നാണ് ഞങ്ങൾ പറയണത് കേട്ടാ. ശരിക്കും തോന്നംകുളങ്ങര ഭഗവതി ക്ഷേത്രം എന്നാണ് കേട്ടോ അമ്പലത്തിൻ്റെ പേര്. അപ്പോൾ പോകാം, അമ്പലം കാണിച്ചു തരാം കേട്ടോ. അതാണ് കേട്ടോ അമ്പലം. അമ്പലത്തിലേക്കാണ് പോണത്. ഇവിടെ വീടിൻ്റെ അടുത്ത് തന്നെയുള്ള അമ്പലമാണ് കേട്ടോ. പൊക്കത്തമ്പലം എന്നാണ് ഞങ്ങൾ പറയണത്. ശരിക്കും കോന്നംകുളങ്ങര ഭഗവതി ക്ഷേത്രം എന്നാണ് കേട്ടോ. പണ്ട് ഇവിടെ കുന്നായിരുന്നു, കുന്നിൻ്റെ മേളിലായിരുന്നു ഈ അമ്പലം. ഇപ്പം മതിലൊക്കെ കെട്ടിയാക്കുന്ന കാരണം ആണ് ഇങ്ങനെ ഇരിക്കണേ. എന്നാലും എല്ലാവരും പൊക്കത്തമ്പലം എന്നാണ് പറയാറ്. അവിടെ ചെല്ലുമ്പോൾ കാണിക്കാം കേട്ടോ. ഇതിപ്പോൾ നമ്മൾ അമ്പലത്തിൻ്റെ അവിടെ എത്തിയിട്ടാ. ഇതാണ് കേട്ടോ. ഈ അമ്പലത്തിൻ്റെ ഫ്രണ്ടിലൊരു കുളം ഉണ്ട് കേട്ടോ. അത് കാണിക്കാൻ മറന്നുപോയി. അമ്പലത്തിൻ്റെ ഫ്രണ്ടിലൊരു കുളമുണ്ട്. ഇവിടെ നിന്ന് നേരെ സ്റ്റെപ്പ് കയറി അമ്പലത്തിലേക്ക് ചെല്ലാം. ഇതാണ് കേട്ടോ ഞങ്ങളുടെ കോന്നംകുളങ്ങര ഭഗവതി ക്ഷേത്രം. തൊഴുത് കഴിഞ്ഞിട്ടാ. ഇവിടെ ദുർഗാദേവിയാണ് കേട്ടോ ഇരിക്കണത്. പ്രതിഷ്ഠ ദുർഗാദേവിയാണ്. അവിടെ ഉണ്ടാ യക്ഷിയമ്മയൊക്കെ ഇരിക്കണത് അവിടെ ഉണ്ടാ, ആ സ്ഥലത്താണ്. പിന്നെ ഇവിടുത്തെ ഉത്സവം, പ്രധാന ഉത്സവം തീയാട്ടാണ് കേട്ടോ. തീയാട്ട് മഹോത്സവമാണ് ഇവിടെ. അപ്പോൾ തീയാട്ട് വരെ കാണിച്ചു തരാം. അത് താഴെ തന്നെ ഇതാ കാണണം. ഇതാണ് തീയാട്ടൊക്കെ നടക്കുന്ന സ്ഥലം. ഇതാണ് കേട്ടോ ഞങ്ങളുടെ അമ്പലം. എങ്ങനെയുണ്ട്? ഇഷ്ടമായോ? ഞങ്ങളുടെ അമ്പലമൊക്കെ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു.